ഹലോ ഗൈസ്, ഇതെൻ്റെ ഇന്നത്തെ പുതിയ ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും സിറ്റിയിലോട്ട് ഇറങ്ങിയാൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ്. ഏതൊരു സ്ഥലത്ത് പോയാലും നടക്കാർക്ക് പോലും പറ്റാത്തത്ര ബ്ലോക്കാണ് നമ്മളെ ട്രിവാൻഡ്രം സിറ്റിയിലുള്ളത്. പക്ഷേ ഇന്ന് പരിചയപ്പെടുത്തുന്നത് SK ഹോസ്പിറ്റലിൻ്റെ ചെറിയൊരു പാർക്കിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും മറ്റ് ബിസിനസ് മേഖലയിലും ഈ ഒരു സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്. എങ്കിലും ഞാൻ എൻ്റെ മുമ്പിൽ കണ്ട ഒരു പാർക്കിംഗ് സിസ്റ്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കണ്ടില്ലേ, 2 പടുകൂറ്റൻ ലിഫ്റ്റാണിത്. നമ്മുടെ കാർ ഇതിലോട്ട് കയറ്റുന്നു, അത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ നമുക്ക് എടുത്തരും. ഒരു ലിഫ്റ്റിൽ ഏതാണ്ട് 16 കാറോ 20 കാറോ നിൽക്കും. ഒരു ഡാമേജ് ഉണ്ടാവില്ല, കാറ് ഫുൾ സേഫ് ആയിരിക്കും, സ്ക്രാച്ച് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പാർക്കിങ്ങിട്ട് ചെളിയാവുന്നോ അങ്ങനെ ഒരു പേടിയും വേണ്ട. കണ്ടില്ലേ, നല്ല വളരെ വ്യത്യസ്ത രീതിയിലാണ് ഇത് ചെയ്ത്. ഇത് നമ്മുടെ എടപ്പഴിഞ്ഞി SK ഹോസ്പിറ്റലിൻ്റെ ലിഫ്റ്റ് സിസ്റ്റമാണ്. ഓരോ കാറും റൊട്ടേറ്റ്, റിവേഴ്സും ഉണ്ട്, ഫോർവേഡും ഉണ്ട്. ഇത് നിർമ്മിക്കുന്നതിന് പ്രധാന കാരണം നമ്മുടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലായിടത്തും കുറവായതുകൊണ്ട്. എന്നാൽ SK ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല പാർക്കിംഗ് ഉള്ളതാണ്. എന്നാലും അവിടെ ആ പാർക്കിംഗ് പോരാ, അത്രത്തോളം ആൾക്കാർ വരുന്നത് കൊണ്ടാണ് ഈ ഒരു പുതിയ ടെക്നോളജി തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് കാണുന്ന പോലെ ആ റെഡ് ഷർട്ട് ഇട്ട ആ ചേട്ടനാണ് എൻ്റെ ഓപ്പറേറ്റർ. നമ്മുടെ കാറ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഓഫാക്കും, ലിഫ്റ്റ് ഓഫാക്കും. കൃത്യസമയത്ത് നമ്മൾ ചെന്ന് കാർ എടുക്കുക. നമുക്കതിൽ ഇരിക്കാനുള്ള സംവിധാനം ഇല്ല. നമ്മൾ കാർ പാർക്ക് ചെയ്യുക, തിരിച്ചിറങ്ങി വരിക. എന്നിട്ട് കാറ് നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ള ആ സമയത്ത് ലിഫ്റ്റ് ഓപ്പറേറ്റർ പോയി പറയുമ്പോൾ അദ്ദേഹം കാറിനെ താഴോട്ട് ഇറക്കി ലിഫ്റ്റ് ചെയ്ത് തരും. അതാണ് എൻ്റെ ഇവിടുത്തെ ആ ഒരു നിയമം എന്ന് ഉള്ളത്. കാർ ഓൺ ചെയ്തു തിരിച്ച് നമ്മൾ റിവേഴ്സ് ഇറങ്ങി അവർ തന്നെ അതിനുള്ള വഴിയൊക്കെ നമുക്ക് പറഞ്ഞു തരും. അവിടെ നിൽക്കുന്ന ചേട്ടന് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ജോലി എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത് മഴയുണ്ടായിരുന്നു, എന്നാലും പുള്ളിക്കാരന് അതൊന്നും ഒരു വിഷയമല്ല. ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത കാണിച്ചൊരു ചേട്ടനാണ്. എനിക്ക് കണ്ടപ്പോഴും അഭിമാനം തോന്നി. കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുത്ത് കൈകാര്യം ചെയ്യുന്നൊരു ചേട്ടൻ. ചേട്ടൻ്റെ പേരൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എങ്കിലും ഞാൻ ആ ചേട്ടൻ്റെ ഒരു ആത്മാർത്ഥത കണ്ടപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. കാർ അദ്ദേഹം ഇറക്കി വിട്ടപ്പോൾ അദ്ദേഹത്തിനൊരു സംതൃപ്തിയുടെ മുഖത്ത് തന്നെ കാണാം. ഇത് കഴിഞ്ഞ് ഇന്ത്യൻ ആർമിയുടെ ഒരു വണ്ടി വന്നു. അപ്പോൾ അവരെയും അവർക്കുള്ള പവറിൽ തന്നെ അവർ നിർത്തുന്നുണ്ട്. അവർ കൂടുതൽ പാർക്കിങ്ങിൻ്റെ ഒരു വിഷയം വരുത്തുന്നില്ല. മറ്റൊരു